ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ ഹലോ ഐ ആം അറ്റ് യുവർ സർവീസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കാണാൻ പോകുന്നത് കേട്ടോ. ഇനിയാണെങ്കിൽ നമ്മുടെ ഡോങ് ഡോങ് ഉണ്ടല്ലോ, ഇവൻ കാണാതെ മുങ്ങാന്ന് വെച്ച് പോകാൻ നിൽക്കുമ്പോഴേക്കും ഇവനാണെങ്കിൽ ഇവളെ പിടിച്ചിട്ട് നിൽക്ക് സംസാരിക്കുകയാണെന്നും പറഞ്ഞിട്ട് അവളെ വിളിക്കുക കേട്ടോ. അപ്പോൾ ഇവൾക്കാണെങ്കിൽ എന്തോ ചെയ്യണം എന്ന് പറഞ്ഞോട്. കാരണം ഇവൻ ഇനി എങ്ങാനും എൻ്റെ മുഖം കണ്ട ഐഡൻറ്റിഫൈ ചെയ്താലോ, ഇനി ഞാൻ അന്ന് അവൻ്റെ മേലെ വോമിറ്റ് ചെയ്ത കാര്യം അതാലോചിച്ചിട്ട് ഇവളാണെങ്കിൽ ഇവൻ്റെ നേരെ മുഖത്ത് നോക്കുന്നില്ല കേട്ടോ, മുഖം ചിരിച്ച് വെച്ചേക്കുക. അപ്പോൾ ഇവൻ ചോദിക്കുന്നത് നേരെ നോക്കുമെന്ന് പറയുന്ന സമയത്ത് ഇവൾ പറയും, അല്ല എനിക്ക് ഇച്ചിരി കഴുത്ത് വേദന അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സംസാരിക്കാൻ തുടങ്ങും. അപ്പോഴൊക്കെ ഇവൾ വന്ന് ഈ തല ഒന്ന് ചിരിച്ച് വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇവൻ്റെ അടുത്ത് ഇവൾ ചോദിക്കുവാണ്, ഞങ്ങളുടെ കമ്പനി ആയിട്ടുള്ള നിങ്ങളുടെ ടൈപ്പ് നല്ല രീതിക്കാണ് പോയിക്കൊണ്ടിരുന്നത്, പക്ഷെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഈ ഒരു കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് പറയുന്ന സമയത്തും ഇവൻ പറയുകയാണ്, നിങ്ങൾ മുമ്പുള്ള നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ വർക്ക്സും പ്രൊജക്ട്സും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ സ്കോപ്പ് വളരെ വലുതല്ലേ. അപ്പോൾ നിങ്ങളെ കണക്കാനെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള കുറേ അഡ്വർടൈസിങ് കമ്പനീസ് ഉണ്ട്, അവർ കുറച്ചും കൂടി വൈഡായിട്ടുള്ള രീതിക്കുള്ള ഒരു പ്രൊജക്ട്സ് എല്ലാം തരുന്നു നോക്കി. അപ്പം ഞങ്ങൾ അതിനെ പറ്റിയൊക്കെ നോക്കട്ടെ, നിങ്ങളുടെ കമ്പനി മാത്രം നോക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവൻ്റെ അടുത്ത് സംസാരിച്ച് കാര്യമില്ലെന്ന് മനസ്സിലായവളാണെങ്കിൽ ലാസ്റ്റ് നിരാശയായിട്ട് തിരിച്ചു വരും കേട്ടോ. എന്നിട്ട് ഓഫീസിൽ എന്നിട്ട് പറയുകയാണ്, ബോസ് ഈ കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നിരാശയായിട്ട് അവൾ ഇരിക്കുന്നത് കാണുന്ന സമയത്ത് ഇവളുടെ ബോസ് ഇവള് ഓൾറെഡി ചെയ്തിട്ടുള്ള പ്രൊജക്ട്സും അതിൻ്റെ കാര്യങ്ങളൊക്കെ പൊക്കി പറഞ്ഞിട്ട് പറയണം, നിന്നെ കൊണ്ട് പറ്റും ഡോങ് ഡോങ്, നീ വിചാരിച്ച് നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇവിടെ അങ്ങ് ഭയങ്കരമായിട്ട് അപ്രിസിയേഷൻ ചെയ്ത് കാണിക്കുന്ന സമയത്തും ഇവളും പറയാം, ശരിയാ ഞാൻ ഒരിക്കലും ഈ ഒരു കാര്യത്തെ ഗീവ് അപ്പ് ചെയ്യരുത്, ഇനിയും ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവള് പിറ്റേന്ന് സുവാങ്ങിനെ കാണാൻ പോകട്ടെ. അപ്പോൾ പോകുന്ന സമയത്ത് അവിടെ വന്നിട്ട് സുവാങ്ങിൻ്റെ കൂടെ 2 പേര് ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ. ഒന്ന് വന്നിട്ട് ഒരു ചെറുക്കനും ഒരു പെണ്ണും. ആ ചെറുക്കൻ്റെ പേര് വാങ്ങും, എൻ്റെ പെണ്ണിൻ്റെ പേര് സാവു എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ചെറുക്കനെയാണ് ഇവൾ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കുവാണ്, ഇങ്ങനെ നമ്മുടെ സുവാങ് അകത്തുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയണം, ഈ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലുണ്ട്, നീ അവിടെ ചെന്ന് നോക്കാൻ പറയാം. അപ്പോൾ ഇവളും അങ്ങോട്ട് പോകാട്ടോ. അങ്ങോട്ട് പോകുന്ന സമയത്താണെങ്കിൽ അങ്കിളിലായും നമ്മുടെ സുവാങ്ങും തമ്മിൽ വഴക്കാണെന്ന് ചോദിക്കുന്നത്. അങ്കിളിലായി പറയണം, നീ ചെയ്തൊന്നും ശരിയായില്ല, നീ വന്നിട്ട് നമ്മുടെ ഫാമിലിയെ പറ്റിയൊന്നും ആലോചിച്ചില്ല. ഇയാൾ വന്ന് ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ ഫാമിലി ഒന്നുമല്ല, ഇവൻ്റെ അമ്മയുടെ ക്ലോസ് ഫ്രണ്ട് ആട്ടോ. അപ്പോൾ അങ്ങനെയാണ് അങ്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പറയുന്ന സമയത്ത് ഇവൻ പറയണം, ശരി നിങ്ങൾ ഇത്രയും നേരം വിട്ട് തന്നിട്ടും നിങ്ങൾ എന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കും, ഞാൻ പോലീസിനെ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ശൂലയെ വിളിച്ചിട്ട് പറയണത്, താണ്ടി എൻ്റെ ഒരു കബോർഡിൽ അതിനുള്ള എല്ലാ പ്രൂഫ്സ് ഉണ്ട്, നീ തന്നെ പോലീസിനെ വിളിച്ച് പറയാം, അങ്കിളിനെ അറസ്റ്റ് ചെയ്യാൻ പറയുമെന്ന് പറയാം കേട്ടോ. അപ്പോൾ അയാളും നമ്മുടെ സുവാങ്ങും തമ്മിൽ ആകെ പിടിയും വലിയും കാര്യങ്ങളൊക്കെ ആവുന്ന സമയത്തും നമ്മൾ ഡോങ് ഡോങ് വിചാരിക്കണം, ഇത് തന്നെ പറ്റിയ സമയം, ഈ സമയത്ത് അവനെ പോയി രക്ഷിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഈ ഒരു അഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടും ഇവൻ രക്ഷിക്കാൻ പോകുന്നത്. പക്ഷേ ചെറിയൊരു അബദ്ധമുള്ള വെയിൽ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവള് പിടിച്ച് മാറ്റുമ്പോൾ ഇവൻ ചെന്ന് വീഴുമ്പോൾ ഇവൻ തല വന്നൊരു സ്ഥലത്ത് ഇടിച്ചിട്ട് ചെറുതായിട്ട് ബ്ലീഡിങ് വരും. ഇത് കാണുന്ന സമയത്ത് അങ്കിളിലായി അവിടെ നിന്ന് ഓടിപ്പോകും. അപ്പോൾ ഇവള് നോക്കുന്ന സമയത്ത് തലേന്ന് ബ്ലീഡ് ആവുന്നു. ഇവൾ അപ്പോഴേ ഹോസ്പിറ്റലിലൊക്കെ പോയി അഡ്മിറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് എണീക്കുന്ന സമയത്ത് ഈ അഗ്രിമെൻ്റ് കാര്യം സംസാരിക്കാൻ നോക്കുന്ന സമയത്ത് ഇവൻ പറയണത്, ഞാൻ എപ്പോഴൊക്കെ കണ്ടോ അപ്പോട്ട് എൻ്റെ പ്രശ്നമാണ്, ഇപ്പോൾ താണ്ടി ഇത് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവൾ പറയണം, ഞാൻ വേണമെങ്കിൽ നിൻ്റെ ഒരു പൈസ അടയ്ക്കാം എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവൾ പറയണം, എന്നാൽ ശരി നീ അടക്കി എന്ന് പറയും കേട്ടോ. അപ്പോൾ പറയാം, അയ്യോ നിങ്ങൾ ഇത്രയും വലിയൊരു CEO, നിങ്ങൾക്ക് ഓൾറെഡി ഇൻഷുറൻസ് കാണുമല്ലോ, അപ്പം ഞാനിങ്ങനെ ചെറിയൊരു കമ്പനിയിൽ നിന്ന് വന്ന് ഞാൻ പൈസ ചിലവാക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ സമയത്ത് അവൻ പറയും, ഇതൊക്കെ ഞാൻ അടച്ചോളാം, പിന്നെ ഈ അഗ്രിമെൻ്റ് കാര്യം സംസാരിച്ച് ഇനി എൻ്റെ അടുത്ത് വരാൻ നിൽക്കണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് ഇവൾ പാവം കേട്ടോ, ഇനിയൊരു വഴിയില്ലെന്ന് പറഞ്ഞിട്ട് നിരാശപ്പെട്ട് ഇറങ്ങുക. അപ്പോൾ അവൾക്ക് അടുത്തൊരു പ്രതീക്ഷ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇപ്പോൾ അഡ്മിറ്റായി കിടക്കുന്ന ആ ഒരു ഹോസ്പിറ്റലുണ്ടല്ലോ, അതിനകത്ത് തന്നെ ഇവൻ്റെ അമ്മയെ അഡ്മിറ്റ് ആയിരിക്കുന്നത്. ഇവൻ്റെ അമ്മയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോങ് ഡോങ്ങിന് ഭയങ്കര കാര്യമാണ്. അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കമ്പനിക്ക് ഈ ഒരു കോൺട്രാക്റ്റ് ഒക്കെ സൈൻ ചെയ്ത് കൊടുത്തിരുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോങ് ഡോങ്ങിനെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സുവാങ്ങിൻ്റെ അമ്മയ്ക്കൊന്ന് സ്വെറ്ററൊക്കെ തുണിന്ന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഡോങ് ഡോങ് അന്ന് അവർ ആദ്യമായിട്ട് കാണാൻ പോയപ്പോൾ നല്ലൊരു രസമുള്ള ഒരു സ്വെറ്ററൊക്കെ ഇട്ടിട്ട് പോയത്. അപ്പോൾ അന്ന് തൊട്ട് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവരുടെ അടുത്ത് ചെന്നിട്ട് ഇവള് പറയുകയാണ്, കണ്ടില്ലയോ മാഡം നിങ്ങളുടെ മോൻ ചെയ്യുന്ന പണി, ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഇങ്ങനെയൊക്കെ ചെയ്തെന്നൊക്കെ പറയുന്ന സമയത്ത് ഇവർ പറയാം, എൻ്റെ മോനെ പറ്റി നിനക്ക് അറിയാഞ്ഞിട്ടാ, അവൻ എന്തോ ചെയ്താലും അത് ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടിയായിരിക്കും, എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കാണൂടാ, നീ അതൊക്കെ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അങ്ങ് ആശ്വസിപ്പിക്കുക കേട്ടോ. എന്തിനാണെങ്കിൽ നമ്മുടെ സുവാങ്ങിൻ്റെ അമ്മ അവളുടെ അടുത്തൊരു സ്റ്റോറി പറയണം. ചെറുപ്പത്തിൽ ആക്ച്വലി വന്ന് നമ്മുടെ സുവാങ്ങിൻ്റെ പപ്പ സുവാങ് നല്ല കുഞ്ഞതായിരിക്കുമ്പോഴേ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിച്ചു പോയതാണ്.
അപ്പോൾ അവിടുന്ന് ഈ ഒരു സോസിൻ്റെ ഒക്കെ ഇങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ടാക്കിയത് തന്നെ നമ്മുടെ സുവാങ്ങിൻ്റെ അമ്മയാണ്. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ കുറേ ലേറ്റ് നൈറ്റൊക്കെ ആയിട്ടായിരിക്കും അവർ വരുന്നത്. അപ്പോഴൊക്കെ ഇവൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത്, അവൻ 8 വയസ്സൊക്കെ സമയത്ത് ഇവൻ ഒറ്റയ്ക്ക് കിടന്നുറങ്ങും. ആ സമയത്ത് ഇവൻ കരഞ്ഞ് ഇവന് തലോണൊക്കെ നനഞ്ഞ് കാണും. അങ്ങനെ എനിക്ക് ഞാൻ അവനൊരു പാവയെ കൊടുത്തു. അതിനുശേഷമാണ് അവൻ പിന്നെയും സമാധാനത്തോടെ ഉറങ്ങാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞ സമയത്തും പാവം നമ്മുടെ ഡോങ്ങിന് വരെ അവൻ്റെ കഥയൊക്കെ ഇട്ട് സങ്കടമാവും കേട്ടോ. അപ്പോൾ അവൾക്ക് ഇനിയിപ്പോൾ എന്തോ വേണമെന്നുണ്ടോ അവൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടും കാര്യമൊന്നും നടക്കുന്ന പക്ഷവുമില്ല. അതുകൊണ്ട് അവൾ ഓഫീസിൽ ചെല്ലും കേട്ടോ. എന്നിട്ട് ഓഫീസിൽ നിന്നിട്ട് പറയാണ് ഒരു ഗുഡ് ന്യൂസും ഉണ്ട് ബാഡ് ന്യൂസും ഉണ്ടെന്ന്. അപ്പോൾ ബോസ് പറയാണ് നീ ഒരു കാര്യം ചെയ്യും, ഗുഡ് ന്യൂസ് ആദ്യം പറയാം കേട്ടോ. അപ്പോൾ പറയാണ് നമ്മുടെ സുവാങ്ങിൻ്റെ വീക്ക്നെസ് ഞാൻ കണ്ടുപിടിച്ച്, അവന് പാവ എന്ന് പറഞ്ഞ വീക്ക്നെസ്സാണ്. എന്ന് വെച്ചാൽ ഇവൻ്റെ അമ്മ പറഞ്ഞു കാണുമല്ലോ പാവയെ കെട്ടിപ്പിടിച്ച് കിടന്നിട്ടാണ് ഇവ ആശ്വാസത്തോടെ ഉറങ്ങുന്നതെന്ന്. അപ്പോൾ അതൊന്നും. സെക്കൻഡ് ബാഡ് ന്യൂസ് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൾ പറയും ഞാൻ വന്ന് ഒരിക്കൽ കുടിച്ചിട്ട് 3 വർഷം മുമ്പ് ഇവൻ്റെ മേലെ വോമിറ്റ് ചെയ്തായിരുന്നു. പക്ഷേ ഈ കാര്യം എനിക്ക് ഓർമ്മ വന്നു, പക്ഷെ അവന് ഇതുവരെ ആ കാര്യം അറിയത്തില്ലെന്ന് പറയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഈ ഒരു കാര്യത്തിൽ ട്രൈ ചെയ്തിട്ട് കാര്യമില്ലെന്ന് പറയാം. ആ സമയത്ത് ഇവളുടെ ബോസ് പറയാണ് ഞാൻ ഒരു ഐഡിയ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുക. അത് വേറൊന്നുമല്ല, ഗെറ്റപ്പ് എല്ലാം ചെയ്തിട്ട് പോയി ഞാൻ ഇവന് പെട്ടെന്ന് മനസ്സിലാവത്തില്ല, ഒരു കാര്യം ഓർമ്മ വരത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഇവളും പിറ്റേന്ന് വന്നിട്ട് തലയിലൊരു വിഗ്ഗൊക്കെ വെച്ചിട്ട് ഗെറ്റപ്പ് എല്ലാം മാറ്റിയിട്ട് ഇവനെ കാണാൻ പോവുക, കുറേ പാവയുടെ സഞ്ചി എല്ലാം കൊണ്ടിട്ട്. എന്നിട്ടാണെങ്കിൽ സുവാങ്ങിനെ കണ്ട് സംസാരിക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ സുവാങ് പറയുവാണ് ഞാൻ നിങ്ങളുടെ പ്രൊജക്റ്റും കാര്യങ്ങളെല്ലാം നോക്കിയായിരുന്നു, അതെല്ലാം വലിയ കുഴപ്പമില്ല, പക്ഷേ ഒരു ആഡ് എന്ന് പറയുന്ന രീതിക്ക് അട്രാക്റ്റീവ് ഒന്നും അല്ലെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇവളൊരു കാര്യം പറയുവാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺട്രാക്റ്റ് കൊടുക്കുന്ന കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാർട്ടി എ, ഇവരുടെ കമ്പനി പാർട്ടി ബി ആണ്. എന്ന് വെച്ചാൽ ഇവരെല്ലാവരും കോൺട്രാക്റ്റ് സ്വീകരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വന്ന് ചെറിയ എമൗണ്ട് തന്നാൽ ഞങ്ങൾക്ക് ആ ഒരു രീതിക്ക് ചെയ്യാൻ പറ്റുമെന്നു. അപ്പോൾ സുവാങ് പറയാം ഞങ്ങൾ കുറ്റം പറയാൻ വരട്ടെ, നിങ്ങളാണ് ഈ അഗ്രിമെൻറ്റ് വന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇത്രയും എമൗണ്ട് ഞങ്ങൾ ചെയ്തു തരാമെന്ന്. അപ്പോൾ അതിന് വന്നിട്ട് ഞങ്ങളുടെ കമ്പനി കുറ്റം പറയാൻ നിൽക്കണ്ടെന്ന് പറയാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട വർക്ക് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ, നിങ്ങൾ ചെറിയ കമ്പനി ആയാലും വലിയ കമ്പനി ആയാലും ഞാൻ അതിലൊന്നും പ്രശ്നം ഉണ്ടാക്കത്തില്ലെന്ന് പറയുന്ന സമയത്ത് ഇവളാണെങ്കിൽ ഇവനെ കുറ്റം പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വന്ന് ഞങ്ങളൊരു ചെറിയ കമ്പനി ആയതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ള രീതിക്കൊക്കെ പറയുന്ന സമയത്ത് അവൻ പറയാണ് എന്നാൽ ശരി ഞാൻ നിനക്കൊരു ചാൻസ് എന്നാൽ നീ അത് ചെയ്യുമെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവള് പറയാണ് ആ ചെയ്യാമെന്ന്. ഒരു ക്ലീനറിൻ്റെ ജോലി നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചുമ്മാ ചോദിക്കുന്ന കേട്ടോ. അപ്പോൾ ഇവള് പറയും അതിനിപ്പോൾ എന്തുവാ, ഇതൊരു ചാൻസ് ആയിക്കാണ് ഞാൻ ചെയ്തിരിക്കും, ക്ലീനറിൻ്റെ ജോലി നാളോട് ഞാൻ ചെയ്തോളാം എന്നിട്ട് അതിനങ്ങ് തയ്യാറാവും. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ചുമ്മാ പറഞ്ഞാന്ന് പറയുന്ന സമയത്ത് ഇല്ല, ഇതെൻ്റെ ഫൈനൽ ചാൻസ് ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ക്ലീനറിൻ്റെ ജോലി ഞാൻ നല്ല കറക്റ്റായിട്ട് ചെയ്തിരിക്കും, അപ്പോഴെങ്കിലും ഞങ്ങളുടെ കമ്പനി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ. എന്നിട്ട് പിറ്റേന്ന് വന്ന സമയത്ത് ഇവൻ രാവിലെ വരുന്നതിന് മുമ്പേ അവൾ ഡ്യൂട്ടി തുടങ്ങി, അവിടെ ക്ലീൻ ചെയ്യാനും തൂക്കാനും വരാനും എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടാ. അപ്പോൾ ഇവൻ വന്നോണ്ട് ചോദിക്കുകയാണ് നീ എൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാതെ നിൻ്റെ അടുത്ത് ആരായി ഒരു ക്ലീനിങ്ങിൻ്റെ ജോലി ചെയ്യാൻ പറഞ്ഞതെന്ന് പറയുന്ന സമയത്ത് ഇവള് പറയാണ് ഞാൻ കറക്റ്റ് HR ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടുന്ന് ക്ലീൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവളുള്ള ജോലി നോക്കിക്കൊണ്ടിരിക്കുവാണ്. എന്നിട്ടാണെങ്കിൽ അവൾ വൃത്തിയാക്കുക വെച്ചാൽ അത്രയും വെടുപ്പിലാട്ടോ വൃത്തിയാക്കുന്നത്. ഇവനാണെങ്കിൽ അവൾ പോയതിനു ശേഷം അവിടേക്ക് ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് നോക്കുവാണ്, ഇച്ചിരി പൊടി ഉണ്ടോ, അവൾ തുടച്ച മേശയിൽ കുറച്ച് പൊടി കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് തപ്പുന്ന സമയത്ത് ഇവളാണെങ്കിൽ ഞാൻ ഗ്ലാസ്സിലൂടെ അത് കണ്ടിട്ട് പറയുവാണേ എങ്ങനെയുണ്ട് ഓക്കെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് തംസപ്പ് കാണിച്ചിട്ട് പോവാട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ നൈസിന് ചമ്മിയെ പോലെ, അപ്പോൾ ഒന്നും അറിയാത്ത പോലെയൊക്കെ അവൻ നിൽക്കുവാണ്. എന്നിട്ടാണെങ്കിൽ ഇവൻ മീറ്റിങ്ങിന് പോകുമ്പോൾ ആ മീറ്റിംഗ് റൂം ഇവൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക, ആ ടേബിളെല്ലാം തുടച്ച് അതിൽ ഊതി തുടച്ച് നടക്കുക കേട്ടോ. ഇവനെ പറയാനായിട്ട് ഈ മീറ്റിംഗ് ഉണങ്ങാറ നീ ഇവിടെ നിന്ന് പോകാൻ പറയുന്ന സമയത്തും അവിടെ നിങ്ങളുടെ സീറ്റും കൂടി ക്ലീൻ ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ട് അതും ക്ലീൻ ചെയ്യുക കേട്ടോ. എന്നിട്ട് അവൻ കയറിയിരിക്കുന്ന സമയത്തും ആ ഫയൽ എടുക്കാൻ പറഞ്ഞിട്ട് ആ ഒരു ടേബിൾ തുടച്ച് നിൽക്കുക. അപ്പോൾ ഇവൻ പറഞ്ഞു ദയവ് ചെയ്ത് പോ, മീറ്റിംഗ് തുടങ്ങാറായെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുക. അങ്ങനെ മീറ്റിംഗ് നടക്കുക. അപ്പോൾ അവരുടെ സെയിൽസിൻ്റെ കാര്യവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇവളാണെങ്കിൽ ആ ഗ്ലാസ് ഉണ്ടല്ലോ മീറ്റിംഗ് റൂമിൻ്റെ ഗ്ലാസ് അത് തുടച്ചുകൊണ്ടിരിക്കുക, ഊതുന്ന് തുടയ്ക്കുന്നു. അപ്പം ഇവനാണെങ്കിൽ ഇവളിതെന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇവളെ നോക്കി നിൽക്കുക കേട്ടോ. അതിങ്ങനെ മതിമറന്ന് ഇവളെ തന്നെ നോക്കി നിൽക്കുന്ന സമയത്തും അവിടെ ഇരിക്കുന്ന ഇവൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ ഇവൻ്റെ കൂടെ 2 പേരുണ്ടായിരുന്നല്ലോ ഇവൻ്റെ സപ്പോർട്ടിനുള്ള ആൾക്ക്, അതിൽ വാങ്ങെന്ന് പറയുന്ന ചെറുക്കനും അതുപോലെ സാവു എന്ന് പറയുന്ന ഒരു പെണ്ണും, അവർ രണ്ടും ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ വന്നിട്ട് കൂടെ പഠിച്ചിട്ടുള്ള പിള്ളേരാണ് കേട്ടോ. അപ്പോൾ അവൻ പറയണ മര്യാദയ്ക്ക് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പറയുന്ന സമയത്ത് ഇവനും പിന്നെ ആ ഒരു മീറ്റിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുവാണ്. അതിനുശേഷം അവനാണെങ്കിൽ ടോയ്ലറ്റിൽ പോയിരിക്കും കേട്ടോ. ആ സമയത്ത് നോക്കുമ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ല. ആ സമയത്ത് കറക്റ്റ്
ഡോങ് ആണെങ്കിൽ അങ്ങോട്ട് വന്നിട്ട് ആ ഒരു ബാത്റൂം ക്ലീനിങ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇവൻ ചോദിക്കുവാണ് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൾ അവിടെ ഉള്ളത് കേട്ടോ. എന്നിട്ട് ടിഷ്യൂ പേപ്പർ വേണമെന്ന് പറയുന്ന സമയത്ത് ഇത് വന്ന് സുവാങ്ങല്ലയോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവനാണെങ്കിൽ ആകെ ചമ്മലായിപ്പോയി. കാരണം ഇവളെ മുന്നേ വെച്ച് പറയാനും പറ്റില്ല. ലാസ്റ്റ് ഇവൾ ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഇവനാണെങ്കിൽ അതൊന്ന് പുറത്ത് വന്നിട്ട് ഇവളെടുത്ത് ചുമ്മാ തർക്കിക്കാൻ നിൽക്കുവാട്ടെ. ഇവളാണെങ്കിൽ ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ പറഞ്ഞ് നീ ക്ലീൻ ചെയ്യാൻ പോകണ്ടാന്ന്. അപ്പോൾ ഇവൾ പറയാം ഇല്ല ഇതെൻ്റെ ഡ്യൂട്ടി, ഞാൻ ഇത് ചെയ്തിരിക്കുന്നു പറഞ്ഞിട്ട് ക്ലീൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ആരൊക്കെ ഇവനെ പറ്റി ഗോസിപ്പൊക്കെ സംസാരിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ അവരത് കഴിഞ്ഞാൽ പിന്നെ പറയത്തില്ലോ. അവിടെ ഇവളെയും പിടിച്ചിട്ട് ഇവൻ്റെ ആ ഒരു ബാത്റൂമിനകത്ത് കയറിയിട്ട് ഇവളെ വാ പൊത്തി പിടിച്ചേക്കുവാട്ടെ. എന്നിട്ട് അവർ പറയുന്നൊക്കെ കേൾക്കുക. അപ്പോൾ ഇവൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന രണ്ടുപേരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർ പറയുന്നതാണ് നമ്മുടെ ഈ സുവാങ്ങിന് സത്യം പറഞ്ഞ ഒരു തരത്തിലുള്ള മനുഷ്യത്വമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവനാണെങ്കിൽ പണ്ട് അവൻ്റെ ഈ കമ്പനിയിൽ വർക്ക് ചെയ്ത എല്ലാവരെയും മറന്നിട്ട് അവൻ വന്നതിന് ശേഷം അവരൊക്കെ പുറത്താക്കി. മാത്രമല്ല അവൻ എന്തൊരു ക്രൂരനാ, അവരൊക്കെ ഈ കമ്പനിക്ക് വേണ്ടിയില്ല കഷ്ടപ്പെട്ടു, എന്നിട്ട് അവരൊക്കെ ഇതിനെ പുറത്താക്കി. അവൻ സത്യം പറഞ്ഞ ഒരു മനുഷ്യത്വം ഇല്ലെന്നൊക്കെ സംസാരിച്ചിട്ട് പോവാട്ടോ. അപ്പോൾ ഇത് വന്ന് ഇവൻ്റെ മനസ്സിൽ ചെറുതായിട്ട് അങ്ങ് കൊള്ളും. ഇനി അന്ന് ഉച്ചയ്ക്കാണെങ്കിൽ ലഞ്ച് ടൈമാണ്, എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. പാവം നമ്മുടെ ഡോങ് ആണെങ്കിൽ ഇവൻ്റെ മുന്നിൽ ഒരു ചാൻസ് കിട്ടിയതല്ലയോ, അത് പ്രൂവ് ചെയ്ത് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഫുഡ് പോലും കഴിക്കാതെ അവിടെ കിടന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് അങ്ങോട്ടാവുമ്പോൾ വന്നിട്ട് ചോദിക്കണം നീ ഫുഡ് കഴിച്ചോന്നും. അപ്പോൾ പറയില്ല ഫുഡ് കഴിച്ചില്ലെന്ന് പറയുന്ന സമയത്ത് ഇവനാണെങ്കിൽ ആ ഒരു ഓഫീസിൽ മീൽ കാർഡ് അവൾക്ക് എടുത്ത് കൊടുക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മീൽ കാർഡ് ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ആ ഒരു ഓഫീസ് ക്യാൻറ്റീനിൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ ഇവളാണെങ്കിൽ ഭയങ്കര ഹാപ്പി കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡ്രിങ്ക്സ് കുടിക്കാമെന്നും പറഞ്ഞിട്ട് ചെന്ന് ചുമ്മാ ജ്യൂസ് എങ്ങാനും കുടിക്കാൻ പറഞ്ഞിട്ട് തുറക്കുന്ന സമയത്ത് അതിനകത്ത് വൈനൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവളിത് കണ്ടോണം ദൈവം വൈനെടുത്ത് കുടിച്ചാലോ എന്ന് പറഞ്ഞിട്ട് വൈനെടുത്ത് നോക്കുന്ന സമയത്ത് കറക്റ്റ് അങ്ങോട്ട് സുവാങ് വരും. ചോദിക്കണേ നീ ഓഫീസ് ടൈമിൽ വൈൻ കുടിക്കാൻ പോവാണല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ല ഞാൻ ഇതെന്തോ നോക്കിയത് അല്ലാതെ വേറെ ഒന്നുമല്ലെന്ന് പറയുന്ന സമയത്ത് അവൻ പറയാണ് കുടിക്കുന്നതിന് എനിക്ക് വിരോധമില്ല, പക്ഷെ എൻ്റെ മേൽ ഛർദ്ദിച്ച് വെക്കാൻ ഞാൻ മതിയൊന്നും. അത് കേൾക്കുമ്പോൾ ഇവളാണെങ്കിൽ ഇവനെ ഷോക്കായി നിൽക്കുക. ദൈവം ഇവന് എല്ലാം ഓർമ്മയുണ്ടോ എന്നുള്ള രീതിക്ക് ഇവൾ നോക്കുവാണ്. ഈ സീനോട് കൂടിയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കൂടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.